പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 2 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു കഥാപാത്രത്തെ സംബന്ധിച്ച് നാം ചിന്തിച്ചിരുന്നു, ഹാബേൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗം സമർപ്പിച്ച പുണ്യപുരുഷൻ. വേറൊരാൾ ദൈവത്തിന് അവൻ്റെ കൃഷിയിടത്തു നിന്ന് ഒരു ഫലം ദൈവത്തിന് സമർപ്പിച്ചു. ഒരു ഫലം. ഹാബേലിനെ സംബന്ധിച്ച് അവൻ്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത്, മേധസ്സേറിയത് സമർപ്പിച്ചുവെന്ന് അടിവരയിട്ട് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം സാക്ഷിക്കുമ്പോൾ, കായീനെ സംബന്ധിച്ച് അവൻ്റെ അധ്വാനത്തിൽ നിന്ന് ഒരു കാഴ്ച ദൈവത്തിന് സമർപ്പിച്ചു എന്നേ ഉള്ളൂ. ഒരു കാഴ്ച, one offering, whereas the other one was the best offering. ഇത് ജീവിതത്തിൻ്റെ ഒരു വലിയ സ്വഭാവ വൈശിഷ്ട്യത്തെ, സ്വഭാവത്തിൻ്റെ വൈജാത്യത്തെ കാണിക്കുകയാണ്. ഹാബേലിൻ്റേത് ഏറ്റവും ശ്രേഷ്ഠമായതും കായീൻ്റേത് അലക്ഷ്യവും ഏറ്റവും പ്രധാനം എന്ന ഒരു നിലപാടില്ലാത്തതുമായ ഒരു സമർപ്പണം. കായീനെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാനുള്ളത്. ഹാബേലിൽ നിന്നും നേർവിപരീതമായ ഒരു കഥാപാത്രത്തെ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അവതരിപ്പിക്കുക. എന്താണ് അവന് പറ്റിയ പ്രശ്നം? അവന് പറ്റിയത് ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവത്തിന് സമർപ്പിക്കുവാനുള്ള മനസ്സൊരുക്കമുണ്ടായില്ല, അവബോധമുണ്ടായില്ല, അശ്രദ്ധനായിരുന്നു. അതിനുള്ള ഒരു നിഷ്ഠയും ശ്രദ്ധയും ഉണ്ടായില്ല. ഇതാണ് കായീൻ്റെ പതനത്തിൻ്റെ പ്രത്യേകത എന്ന് അതാണ് കായീൻ്റെ അധപ്പതനത്തിൻ്റെ കാരണമെന്ന് നമ്മൾ കണ്ടറിയും. അവൻ കോപിച്ചു. ഹി വാസ് ആംഗ്രി. ദൈവം പ്രസാദിച്ചില്ല എന്ന് കണ്ടപ്പോൾ അനുദപിക്കുന്നതിന് പകരം അവൻ കോപിച്ചു. അവൻ്റെ മുഖം വാടി. ഇംഗ്ലീഷിൽ അതേക്കുറിച്ച് പറയുന്നത് ഫേസ് എന്നുള്ളതിന് പകരം കൗണ്ടനൻസ് എന്നും ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്. ഹിസ് കൗണ്ടനൻസ് ഫെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ മുഖം അങ്ങ് താണുപോയി. ദൈവാഭിമുഖമായി ജീവിതത്തെ ക്രമീകരിക്കേണ്ടതിന് പകരം ആ ആഭിമുഖ്യം നഷ്ടപ്പെട്ട് അവൻ്റെ മുഖം വാടിപ്പോയി. ഹിസ് കൗണ്ടനൻസ് ഫെൽ. അവന് ദൈവത്തിന് അഭിമുഖമായി ദൈവമുഖത്തേക്ക് നോക്കുവാനുള്ള കെൽപ്പില്ലാതെയായി. ദൈവം അവനോട് ചോദിച്ചു, കുഞ്ഞെ, why are you angry? Why did your countenance fall? നീ കോപിച്ചത് എന്തിനാ? നിന്റെ മുഖം വാടിയത് എന്തിനാ? നീ ചോദിക്കണം. നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാവം വാതിൽ കിടക്കണം. ഇതൊരു വലിയ പ്രസ്താവമാണ്. ഡു ഗുഡ്, അതർവൈസ് യു വിൽ ബി സിൻഫുൾ എന്നുള്ളതാണ്. ഡു ഗുഡ്. എന്താണ് ഇവിടെ കായീൻ്റെ ജീവിതത്തിലെ നന്മയല്ലാതെ വന്നത്? അവൻ്റെ അശ്രദ്ധയായിരുന്നു. ദൈവത്തിന് സമർപ്പിക്കേണ്ട ശ്രേഷ്ഠമായ കാഴ്ച എന്നുള്ള ആ ബോധം അവനിൽ നിന്ന് വിട്ടുപോയി. കുഞ്ഞുങ്ങളെ, ഈ പ്രായത്തിൽ നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം. ഡു ഗുഡ് ആൻഡ് ഡു ദ ബെസ്റ്റ്. ഓഫർ ദ ബെസ്റ്റ് ടു ഗോഡ്. ഇതൊരു വലിയ പാഠമാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിരുന്നില്ല. അവൻ്റെ മുഖം വാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ പ്രസാദം, ദൈവപ്രസാദം നഷ്ടപ്പെട്ടു പോയി. ദൈവാഭിമുഖമായ നമ്മളുടെ നിൽപ്പ് മാറിക്കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും മുഖപ്രസാദവും നഷ്ടപ്പെട്ടു പോകും കുഞ്ഞുങ്ങളെ. സോ ബി കെയർഫുൾ.
ഇതാണ് കയൻ നമുക്ക് തരുന്ന ഒന്നാമത്തെ ഏറ്റവും വലിയ പാഠം. രണ്ടാമത്തെ പാഠം അതിൽ വളരെ ഗൗരവതരവും. ഈ പാപം അതിൻ്റെ മൂർധന്യത്തിൽ വരുന്ന സന്ദർഭത്തിൽ ദൈവാഭിമുഖമായ നിൽപ്പ് നഷ്ടപ്പെടുന്ന മാത്രമല്ല, അവൻ്റെ സഹോദരനെ പകയ്ക്കും, അവനെ കൊല്ലുന്ന നില വരെ വരും എന്നുള്ളതല്ലേ ഇവിടെ പഠിക്കുന്ന പാഠം. വാക്കിൽ അവനെ കൊന്നുകളയും കൂട്ടുകാരനെ, പെരുമാറ്റത്തിൽ അവനെ ഒതുക്കിക്കളയും. പക്ഷേ ഇതിലും അധികം വളരെ വലുതാണത്. അവൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞു എന്നാണ് കാണുന്നത്. കയനോട് ചോദിക്കുന്ന ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉദ്ധരിച്ചതാണ്. കുഞ്ഞേ, കയ്യനെ, നിന്റെ സഹോദരൻ എവിടെ എന്ന് തമ്പുരാൻ തന്നെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരനാണോ എന്നാണ് ഉത്തരം പറയുന്നത്. ദൈവം കയനോട് പറയുക, മോനെ, നീ ഇനി കൃഷിയിടത്ത് അധ്വാനിച്ചാൽ നിനക്കതിന് ഫലം കിട്ടത്തില്ല. നീ കൃഷിക്കാരനായിരുന്നു, കൃഷിയിടത്ത് ഫലം വേല ചെയ്തപ്പോൾ നിനക്ക് സമൃദ്ധമായി ഉണ്ടായി. പക്ഷെ ആ സമൃദ്ധിയിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവത്തിന് സമർപ്പിക്കുവാനുള്ള മനസ്സൊരുക്കം നിനക്കില്ലാതെ പോയല്ലോ. അതുകൊണ്ട് ഇനിയും നീ പണിയെടുത്താലും പാടം നിനക്ക് ഫലം തരില്ല. നീ ശാപഗ്രസ്തനായി പോകും എന്നും കൂടെ കഠിനമായി ദൈവം കയ്യനോട് പറയുന്നു. നീ ശാപം, യു വിൽ ബി കഴ്സ്ഡ്, യു ആർ കഴ്സ്ഡ് ആൻഡ് യു വിൽ ബി കഴ്സ്ഡ്. The land will not give you the fruit even if you work hard. വീണ്ടും പറയാ, തുടർന്ന് പറയുകയാണ്, നീ ഭൂമിയിൽ ഉഴലുന്നവനാകും. You will be a wanderer. Your life will not be settled. അതിനർത്ഥം നിനക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല, ഇരിക്കപ്പൊറുതി ഉണ്ടാവില്ല എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുക. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ നീ അലഞ്ഞു നടക്കുന്നവനാണ്. ദൈവവചനത്തിൽ പറയുന്ന ഏറ്റവും ഒടുവിലത്തെ പാഠം എന്താണെന്നോ, അങ്ങനെ കയ്യിൽ പറഞ്ഞിരിക്കുക, അങ്ങനെ കയ്യിൽ ഏദനിന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. ഏദൻ ദൈവത്തിൻ്റെ മനോഹരമായ ഫലം കൊടുക്കുന്ന തോട്ടമാണ്, ദ ഗാർഡൻ ഓഫ് ഗോഡ്. അവിടെ നിന്ന് അവൻ മാറി അകലെ കിഴക്ക്, ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. He lived in a land called Nod. The word Nod means a place of wandering എന്നാണ്. ഉഴലുന്ന ഇടം എന്നാണ് അർത്ഥം. നീ ഉഴലുന്നവനാകും. ആ ഉഴലുന്നവൻ എന്നുള്ള ദൈവത്തിൻ്റെ പ്രസ്താവം അന്വർത്ഥമാകുമാറ് അവൻ ഉഴലുന്നത് എന്നർത്ഥമുള്ള നോദ് എന്ന് പറയുന്ന ദേശത്ത് പോയി പാർത്തു. ഉഴലുന്നവനായിപ്പോയി, അലയുന്നവനായിപ്പോയി. ദൈവാഭിമുഖമായ നിലനിൽപ്പിൽ നിന്ന്, ആ സന്തോഷത്തിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന് വേർപെടുമ്പോൾ അസമാധാനമുണ്ടാകും, ശാപഗ്രസ്തനായി പോകും, ഭൂമി ഫലം തരില്ല, അധ്വാനിച്ചാലും ഫലം കിട്ടില്ല. അങ്ങനെയല്ലേ? ഒരുപാട് സമ്പാദിക്കുന്നു, സമർത്ഥനാണ്, സമ്പാദിക്കുന്നു, പക്ഷെ സമാധാനം ഇല്ലാതായി പോകുന്നില്ലേ? കുഞ്ഞുങ്ങളെ, രണ്ട് സാധ്യതകൾ ഇവിടെ ഉണ്ടല്ലോ. ഒന്ന്, നിനക്ക് ദൈവാഭിമുഖമായി നിൽക്കാം. രണ്ട്, നിനക്ക് ദൈവപ്രസാദമുള്ളവനായി ജീവിക്കാം. നിനക്ക് സമാധാനമുള്ളവനായി നിലനിൽക്കാം. ദൈവാഭിമുഖമായി നീ പാർത്ത് ജീവിതത്തിൽ സന്തോഷവാനായ ശിക്ഷ ചെലവഴിക്കാം. അതിന് വിപരീതമായി നന്മ ചെയ്യുവാനുള്ള കൃപ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന അവസ്ഥയുടെ കാണപ്പെടുന്ന രൂപമായി കയ്യൻ മാറുകയാണ്. കാണപ്പെടുന്ന രൂപമായി. ഒരു വശത്ത് ഹാബേൽ
നന്മ ചെയ്യുന്നതിൻ്റെ കാണപ്പെടുന്ന രൂപവും നന്മ നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായി അശ്രദ്ധനായി ദൈവത്തിന് കാഴ്ചയർപ്പിക്കുന്ന അതിൻ്റെ ഫലമായി ദൈവപ്രസാദം നഷ്ടപ്പെട്ട ഒരാളിൻ്റെ പ്രതീകമായി കയീൻ മാറുന്നതും നമ്മൾ കാണുന്നു. കുഞ്ഞുങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതൽ നമ്മൾ സൂക്ഷ്മമായി വായിക്കണം. 2 കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ 2 സാധ്യതകളായി വന്നു നിൽക്കുകയാണ്. ദൈവം നമുക്ക് അനുഗ്രഹം തരും, പക്ഷേ അത് തിരഞ്ഞെടുക്കേണ്ടത് മനുഷ്യൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ചുകൊണ്ട്. ഇറ്റ് ഈസ് അവർ ഡിസിഷൻ, ഇറ്റ് ഈസ് അവർ ചോയ്സ്. ഐദർ വി ചൂസ് ഗുഡ് ഓർ വി ചൂസ് ബാഡ്. നിനക്ക് നന്മ സ്വീകരിക്കാം, തിന്മയും സ്വീകരിക്കാം. നന്മ സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവപ്രസാദം ഉണ്ടാകും, ദൈവാനുഗ്രഹം ഉണ്ടാകും, സമാധാനവും ശാന്തിയും. തിന്മ ചെയ്യുന്നെങ്കിലോ പാവം വാതിൽക്കൊന്ന് കിടക്കും, നീ ശാപഗ്രസ്തനായി പോകും, സന്തോഷമില്ലാത്തവനായി പോകും, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനായി പോകും. ഈ 2 സാധ്യതകളിൽ നന്മ സ്വീകരിക്കുവാനുള്ള കൃപ. പുതിയ വർഷം വരികയല്ലേ മക്കളെ? പുതിയ വർഷത്തിൽ അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാവർക്കും പുതുവർഷത്തിൽ പുതിയ അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നിർത്തും.